എല്ലാവർക്കും നമസ്കാരം. മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല കട്ടിയോടെ തഴച്ചു വളരാനും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഇന്നത്തെ കാലത്ത് സ്ത്രീ-പുരുഷ ഭേദമന്യേ എല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിലും അകാലനരയും. വിപണിയിൽ കിട്ടുന്ന പല കെമിക്കലുകൾ അടങ്ങിയ എണ്ണകളും ഷാമ്പുകളും പരീക്ഷിച്ചു മടുത്തിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈയൊരു നാടൻ വിദ്യ പരീക്ഷിച്ചു നോക്കണം. ഇത് വെറുമൊരു വാക്കല്ല, ആഴ്ചയിൽ ഒരേ പ്രാവശ്യം മാത്രം നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. മുടി കൊഴിച്ചിൽ പൂർണ്ണമായും മാറാനും മുടി കാടുപോലെ ഇടതൂർന്നു വളരാനും സഹായിക്കുന്ന ഒരു പ്രകൃതിദത്തമായ കൂട്ടിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അമിതമായ മാനസിക സമ്മർദ്ദം കൊണ്ടോ മുടി കൊഴിച്ചിലുണ്ടാകാം. എന്നാൽ ഇതിനെല്ലാം പരിഹാരം നമ്മുടെ അടുക്കളയിലും മുറ്റത്തും തന്നെ ഉണ്ടെന്നതാണ് സത്യം. നമ്മുടെ ഈ പ്രത്യേക കൂട്ടിനായി പ്രധാനമായും വേണ്ടത് കറിവേപ്പില, പനിക്കൂർക്കയില, ചായപ്പൊടി, പിന്നെ കറ്റാർവാഴ എന്നിവയാണ്. ഇതിൽ കറിവേപ്പിലയുടെ ഗുണങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും മുടിയുടെ വേരുകൾക്ക് ബലം നൽകാനും കറിവേപ്പിലയോളം മികച്ച മറ്റൊന്നില്ല. കറിവേപ്പില ചെടി പൂക്കുന്നതിനു മുൻപുള്ള ഇലകൾ എടുക്കുന്നതാണ് മുടിക്ക് കൂടുതൽ ഗുണകരം. പൂത്തുകഴിഞ്ഞാൽ ഇലകളുടെ ഗുണമേന്മയിൽ അല്പം കുറവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറുത്ത നിറമുള്ള നല്ല ഫ്രഷായ കറിവേപ്പില തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയാണ്. ഇതിന് നവര എന്നും ചിലയിടങ്ങളിൽ പറയാറുണ്ട്. പലർക്കും തലയിൽ പാക്കുകൾ ഇടുമ്പോൾ നീരിറക്കം അല്ലെങ്കിൽ ജലദോഷം വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തണുപ്പുള്ള സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേടിയുള്ളവർക്ക് പനിക്കൂർക്ക ഒരു വലിയ അനുഗ്രഹമാണ്. ഇത് നമ്മുടെ തലയിലെ നീരിറക്കം തടയാൻ സഹായിക്കും. അതുകൊണ്ടുതന്നെ കുട്ടികൾക്ക് പോലും ധൈര്യമായി ഈ കൂട്ടുപയോഗിക്കാം. ഇനി മൂന്നാമത്തെ ചേരുവ ചായപ്പൊടിയാണ്. നമ്മൾ സാധാരണ ചായ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏത് ചായപ്പൊടിയും ഇതിനായി എടുക്കാം. ചായപ്പൊടിയിലുള്ള കഫീൻ മുടിയുടെ വളർച്ചയെ വേഗത്തിലാക്കുകയും മുടിക്ക് നല്ലൊരു തിളക്കം നൽകുകയും ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ ഏകദേശം 2 ഗ്ലാസ് വെള്ളമെടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഒരു പിടി കറിവേപ്പിലയും 2 പനിക്കൂർക്ക ഇലകളും ചേർക്കുക. ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ച് അതിന്റെ നിറം മാറി കറുത്ത നിറമാകുന്നതുവരെ കാത്തിരിക്കണം. ഇലകളിലെയും ചായപ്പൊടിയിലെയും സത്തുക്കൾ പൂർണ്ണമായും ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. വെള്ളം നന്നായി കുറുകി വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. ചൂടാറിയ ശേഷം ഈ മിശ്രിതം നന്നായി അരിച്ചെടുക്കുക. ഇത് അരിച്ചെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ചായപ്പൊടിയുടെ തരികളോ ഇലയുടെ കഷ്ണങ്ങളോ നമ്മുടെ മുടിയിലിരുന്നാൽ അത് കളയാൻ വലിയ പ്രയാസമായിരിക്കും. മാത്രമല്ല ആ ചണ്ടി നമ്മുടെ തലയോട്ടിയിലിരുന്നാൽ അത് ചൊറിച്ചിലിനും ദോഷത്തിനും കാരണമാകും. അതുകൊണ്ട് നല്ലൊരരിപ്പ ഉപയോഗിച്ച് തെളിഞ്ഞ വെള്ളം മാത്രം എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ അത് നേരിട്ട് മുടിയിൽ തേക്കാറുണ്ട്. എന്നാൽ ഷാമ്പുവിലെ കെമിക്കലുകൾ മുടിയെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പകരമായി നമ്മൾ അരിച്ചെടുത്ത ഈ കട്ടൻചായ മിശ്രിതത്തിലേക്ക് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഷാമ്പു ചേർക്കുക. ഷാമ്പു ഈ മിശ്രിതത്തിൽ നന്നായി കലർത്തിയ ശേഷം ഇതിലേക്ക് അല്പം കറ്റാർവാഴ ജെല്ല് കൂടി ചേർക്കാം. വീട്ടിൽ വളർത്തുന്ന കറ്റാർവാഴയുടെ ജെല്ലെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കറ്റാർവാഴ നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറായി പ്രവർത്തിക്കും. മുടി വല്ലാതെ പാറിപ്പറന്ന് നിൽക്കാതെ ഒതുങ്ങിയിരിക്കാനും നല്ല സോഫ്റ്റ് ആകാനും ഇത് സഹായിക്കും. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ഈ രീതി പരീക്ഷിച്ചാൽ മതി. ആദ്യം തലയിൽ അല്പം എണ്ണ തേച്ച് നന്നായി മസാജ് ചെയ്യുക. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഹെയർ ഓയിലോ ഉപയോഗിക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം മുടിയിൽ തേച്ചു പിടിപ്പിക്കുക. മുടിയുടെ വേരുകൾ മുതൽ അറ്റം വരെ നന്നായി ഇതെത്തണം. ഏകദേശം 15 മിനിറ്റ് വരെ ഇത് തലയിൽ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ തലയിലെ താരൻ മാറാനും മുടിയുടെ വേരുകളിലേക്ക് ഈ മിശ്രിതം ഇറങ്ങിച്ചെല്ലാനും സഹായിക്കും. അതിനുശേഷം സാധാരണ പച്ചവെള്ളത്തിൽ മുടി കഴുകി വൃത്തിയാക്കാം. ഒരൊറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ വലിയ മാറ്റം അനുഭവപ്പെടും. തന്നെയല്ല, സാധാരണ ഷാമ്പു ഉപയോഗിച്ച് കുളിക്കുമ്പോൾ മുടി വല്ലാതെ ഡ്രൈ ആയി പോകാറുണ്ട്. എന്നാൽ ഈ രീതിയിൽ കുളിച്ചാൽ മുടി നല്ല മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും. മുടിക്ക് നല്ല തിളക്കവും കറുപ്പ് നിറവും ലഭിക്കും. സ്ഥിരമായി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കുകയും പുതിയ മുടികൾ വളർന്നു തുടങ്ങുകയും ചെയ്യും. കടയിൽ നിന്ന് വാങ്ങുന്ന വില കൂടിയ ഹെയർ സ്പാ ചെയ്യുന്നതിനേക്കാൾ മികച്ച റിസൾട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ലഭിക്കും. മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ഉള്ളിലേക്ക് നൽകുന്ന ഭക്ഷണവും. നല്ലപോലെ വെള്ളം കുടിക്കാനും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക. നനഞ്ഞ മുടി അമിതമായി ചീകാതിരിക്കുക.
ഷാംപൂവിൽ കെമിക്കലുകൾ ഉണ്ടല്ലോ എന്നോർത്ത് ഇനി പേടിക്കേണ്ടതില്ല, കാരണം നമ്മളിത് പ്രകൃതിദത്തമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. മുടികൊഴിച്ചിൽ കാരണം വിഷമിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നല്ല അറിവുകൾ പങ്കുവയ്ക്കാൻ ഞാൻ വീണ്ടും എത്തുന്നതാണ്. നന്ദി.